നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2019 ദേവസ്വം ബോർഡ് ഒന്നടങ്കം പ്രതിസ്ഥാനത്താണ്. എന്നിട്ടും എന്തിനാണ് CPM നടപടി സ്വീകരിക്കാതെ പ്രതിസ്ഥാനത്തുള്ളവർക്ക് രാഷ്ട്രീയ തണലൊരുക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം രാഷ്ട്രീയ തിരിച്ചടിയായ പാർട്ടിക്ക് ഇനി നഷ്ടപ്പെട്ട വിശ്വാസത്തിനായി തെറ്റ് തിരുത്തി വീടുകൾ കയറി ജനസമ്മതി വീണ്ടെടുക്കാൻ തയ്യാറാകുമ്പോൾ ശബരിമല വിഷയത്തിൽ വിശ്വാസികളോട് എന്തു പറയും? ഒപ്പം വെള്ളപൂശലുകൾക്കും അവകാശവാദങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് സത്യം. എങ്കിലും വിശ്വാസം മറയാക്കി ഇത്രയും വലിയ കൊടും കൊള്ള ചെയ്ത വൻ തോക്കുകളിലേക്ക് എത്താൻ SITക്കാകുമോ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി എന്ത്? സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ കേന്ദ്രം 79,000 കോടി രൂപയുടെ ആയുധം വാങ്ങലിന് അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രാലയം. അമേരിക്കൻ ഡ്രോണുകളും ഇസ്രയേലി മിസൈലുകളും ആയുധങ്ങളും ഇന്ത്യ വാങ്ങും. ഉന്നാവ് പീഡനക്കേസിൽ അതിജീവിതയ്ക്ക് ആശ്വാസം. പ്രതി കുൽദീപ് സെൻഗാറിന് ജാമ്യം നൽകിയ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ശിക്ഷ മരവിച്ച ഉത്തരവിനും സ്റ്റേ. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്ന് കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. SIT ഓഫീസിൽ കീഴടങ്ങിയ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാർ 14 ദിവസം റിമാൻഡിൽ. പത്മകുമാറിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷണ സംഘം. തെറ്റ് ചെയ്തിട്ടില്ലെന്നും സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നും വിജയകുമാർ. D. മണിയെ നാളെ SIT ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ളയും സംഘടനാ ദൗർബല്യവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയെന്ന് CPM വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും CPM സംസ്ഥാന സമിതി. പലയിടത്തും BJP കോൺഗ്രസ് ഡീലെന്നും വർഗീയ പ്രചരണത്തിലൂടെ വോട്ട് പിടിച്ചെന്നും MV ഗോവിന്ദൻ. CPM വസ്തുതകൾ മറയ്ക്കുന്നുവെന്ന് CPI എക്സിക്യൂട്ടീവ്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തിരിച്ചടിയായെന്ന് വിമർശനം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയതിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. സമഗ്ര അന്വേഷണത്തിനൊരുങ്ങി കോർപ്പറേഷൻ. VK പ്രശാന്ത് മുറി ഒഴിയണമെന്ന് KS ശബരിനാഥനും K മുരളീധരനും. BJPയുടെ അജണ്ടയ്ക്ക് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നുവെന്ന് VK പ്രശാന്ത്. തൃശൂർ മറ്റത്തൂരിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. കൂറുമാറി മെമ്പർമാർക്ക് DCCയുടെ അന്ത്യശാസനം. BJPയുമായി ചേർന്ന് ഭരിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തിയെന്ന വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് വിമതൻ. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് KR ഔസേബ്. പാറളം പഞ്ചായത്തിലും BJPയെ കോൺഗ്രസ് സഹായിച്ചെന്ന് ആരോപണം. ആരവല്ലി കുന്നുകളുടെ പുതുക്കിയ നിർവചനം മരവിപ്പിച്ച് സുപ്രീം കോടതി. 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകൾ മാത്രം ആരവല്ലി മലനിരകളുടെ ഭാഗമെന്നതിൽ വ്യക്തത വേണമെന്ന് കോടതി. ആശങ്കകൾ പരിഹരിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് തോൽവി. മധ്യപ്രദേശിനോട് പരാജയപ്പെട്ടത് 47 റൺസിന്. ഇന്ത്യ ശ്രീലങ്ക അവസാന വനിതാ T20 നാളെ കാര്യവട്ടത്ത്. പരമ്പരയിൽ സമ്പൂർണ്ണ ജയത്തിനായി ഇന്ത്യ. ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്തു. ഭാര്യ സരിതയുടെയും മൊഴി രേഖപ്പെടുത്തി. ജയസൂര്യ ബ്രാൻഡ് അംബാസിഡറായി ആപ്പ് വൻ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ. സ്റ്റോറി ഓഫ് ദി ഡേ. കാഴ്ച മറയുന്ന കാഴ്ച കാണാൻ പോതമേടിൽ ആൾത്തിരക്ക്. പ്രതിരോധ മേഖല ശക്തമാക്കാൻ കേന്ദ്രം. 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് അനുമതി നൽകിയത്. 3 സേനാ വിഭാഗങ്ങളുടെയും നവീകരണവും സാങ്കേതിക ശക്തീകരണവും ലക്ഷ്യം വെച്ചാണ് നടപടി.
മിസൈലുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകൾ എന്നിവയും വിവിധ വെടിക്കോപ്പുകളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിനാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയത്. കര, വ്യോമ, നാവികസേന എന്നിവയുടെ പോരാട്ടശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഏറെ നിർണായകമാണ് ഈ തീരുമാനം. പഴയ ആയുധങ്ങളുടെ നവീകരണം, പുതിയ ആധുനിക ആയുധങ്ങൾ ഏറ്റെടുക്കൽ, തദ്ദേശീയ വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആർട്ടിലറി റെജിമെന്റുകൾക്കുള്ള ലോയിറ്റർ മുനിഷൻ സിസ്റ്റം, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ, പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം, ഇന്ത്യൻ കരസേനയ്ക്കായുള്ള ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിറ്റക്ഷൻ സിസ്റ്റം MK2 എന്നിവ വാങ്ങുന്നതിനാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം അനുമതി നൽകിയത്. തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താൻ കഴിയുന്നതാണ് ലോയിറ്റർ മുനിഷൻ. ശത്രുവിന്റെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾക്ക് കഴിയും. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റഡാറുകൾ ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത്. ദീർഘദൂര ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന് കഴിയും. ഇവ കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ബൊള്ളാർഡ് പുൾടഗുകൾ, ഹൈ ഫ്രീക്വൻസി സോഫ്റ്റ്വെയർ ഡിഫൻസ് റേഡിയോകൾ, മാൻപാക്ക് എന്നിവ വാങ്ങുന്നതിനും ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം പാട്ടത്തിനെടുക്കുന്നതിനുമാണ് DAC അനുമതി നൽകിയത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഓട്ടോമേറ്റഡ് ടേക്ക് ഓഫ് ലാൻഡിംഗ് റെക്കോർഡിംഗ് സിസ്റ്റം, ആസ്ട്ര MK2 മിസൈലുകൾ, ഫുൾ മിഷൻ സിമുലേറ്റർ, സ്പൈസ് 1000 ലോങ് റേഞ്ച് ഗൈഡൻസ് കിറ്റുകൾ തുടങ്ങിയവ വാങ്ങുന്നതിനും അംഗീകാരം ലഭിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ നിർണായക യോഗം നടന്നത്. 3 സായുധ സേനകളുടെ മേധാവികളും CDS ജനറൽ അനിൽ ചൌഹാനും പ്രതിരോധ സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഉന്നാവ് ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് ആശ്വാസം. കുൽദീപ് സെൻഗാറിന് ജാമ്യം നൽകിയ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവും സ്റ്റേ ചെയ്തിട്ടുണ്ട്. കേസിൽ സെൻഗാറിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ഉന്നാവ് ബലാത്സംഗ കേസിലെ പ്രതി BJP മുൻ MLA കുൽദീപ് സെൻഗാറിന് ഡിസംബർ 23-നാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകിയത്. കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടായിരുന്നു ജാമ്യം. ഈ നടപടികളാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കാൻ നിർദ്ദേശിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിശദവാദത്തിലേക്ക് കടക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 4 ആഴ്ചക്കകം മറുപടി നൽകാൻ സെൻഗാറിന് നിർദ്ദേശമുണ്ട്. സാധാരണ ഇത്തരം കേസുകളിൽ ജാമ്യം നൽകിയാൽ റദ്ദാക്കാറില്ല. എന്നാൽ ഉന്നാവ് ബലാത്സംഗ കേസിൽ സാഹചര്യം ഗുരുതരമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിചാരണ കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് വിധി പറഞ്ഞതെന്നും ബലാത്സംഗ കുറ്റം സംശയാതീതമായി തെളിയിക്കാനായി എന്നും CBI കോടതിയെ അറിയിച്ചു. ചുമത്തിയ വകുപ്പിലെ സാങ്കേതികത്വം പറഞ്ഞാണ് ഹൈക്കോടതി ജാമ്യം നൽകിയതെന്നും CBI സുപ്രീം കോടതിയിൽ പറഞ്ഞു. പൊതുസേവകൻ എന്ന പരിധിയിൽ വരില്ലെന്ന സെൻഗാറിന്റെ വാദം അംഗീകരിച്ചായിരുന്നു ഡൽഹി ഹൈക്കോടതി അന്ന് ജാമ്യം അനുവദിച്ചത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിൽ പൊതുസേവകനാണോ അല്ലയോ എന്നത് കണക്കിലെടുക്കേണ്ടതില്ലെന്ന CBI വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് തെളിയിക്കപ്പെട്ടതെന്ന് CBIക്കായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. കോടതി ഉത്തരവ് കേൾക്കാനായി അതിജീവിതയും അമ്മയും എത്തിയിരുന്നു. 2017 ജൂണിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. 2019-ലാണ് സെൻഗാറിനെ കോടതി ശിക്ഷിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക അറസ്റ്റുമായി പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറാണ് സ്വയം അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ ഈ മാസം 12 വരെ റിമാൻഡ് ചെയ്തു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വലിയ മാനസിക സംഘർഷമാണ് അനുഭവിക്കുന്നതെന്നും വിജയകുമാർ പറഞ്ഞു. കേസിൽ D മണിയെന്ന് സംശയിക്കുന്ന MS മണി നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് കേസിൽ SIT നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2019-ലെ ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാർ സ്വയം അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വിജയകുമാർ നൽകിയിരുന്നുവെങ്കിലും ഇത് കോടതി തള്ളുമെന്ന അഭിഭാഷകന്റെ നിലപാടിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഉച്ചയോടെ വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വിജയകുമാർ പ്രതികരിച്ചു.
തുടർന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ ജനുവരി 12 വരെ റിമാൻഡ് ചെയ്തു. പത്മകുമാറിനൊപ്പം ചേർന്ന് ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും വ്യാജരേഖ ചമച്ചെന്നും ഇയാൾക്കെതിരായ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുള്ളതായി സംശയിക്കുന്ന തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി MS മണി ചൊവ്വാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. വിദേശ വ്യവസായിയുടെ മൊഴിയിൽ MS മണി തന്നെയാണ് ഡി മണിയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. SIT സംഘം എല്ലാ കഴിവും ഉപയോഗിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് മന്ത്രി വി ശിവൻകുട്ടി. സുതാര്യമായ നിലപാടാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. പത്മകുമാർ CPM പ്രവർത്തകനാണെങ്കിലും സർക്കാർ ഒരു തടസ്സവും നിന്നിട്ടില്ല. കോൺഗ്രസുകാരുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പല പ്രാവശ്യം പോയാൽ പ്രസാദം കൊടുക്കാനാണെന്ന് കരുതാം. പക്ഷേ സ്ഥിരമായി പോയത് എന്തിനെന്ന് അന്വേഷിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അവരുടെ അന്വേഷണ സംഘം അവർക്ക് അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങി കൊടുക്കട്ടെ എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പത്മകുമാർ CPMൻ്റെ പ്രവർത്തകനാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതിലൊന്നും ഒരു തടസ്സവും നിൽക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഗവൺമെൻറ് വളരെ സുതാര്യമായി കാര്യം നടത്തണമെന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. വാദത്തിൽ ഉറച്ച് കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും നിൽക്കുന്ന മുഴുവൻ ദൃശ്യങ്ങളും ലഭ്യമാക്കാൻ PRDക്ക് വിവരാവകാശം നൽകുമെന്നും താൻ പോസ്റ്റ് ചെയ്തത് യഥാർത്ഥ ചിത്രമാണെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി AI ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ മൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ നിർദ്ദേശപ്രകാരം പോസ്റ്റ് ചെയ്യുന്ന ജോലി മാത്രമാണ് സഹായിക്കുള്ളത്. ചിത്രം പോസ്റ്റ് ചെയ്ത മൊബൈലിൽ AI ടൂളില്ല. മുഖ്യമന്ത്രിയുടെ വേട്ടപ്പട്ടികളായി പോലീസ് മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല വിഷയം, അമിത ആത്മവിശ്വാസം, സംഘടനാ ദൗർബല്യം, പ്രാദേശിക വീഴ്ച, തോൽവിയുടെ കാരണം കണ്ടെത്തി CPM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്ന് CPM വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയും സംഘടനാ ദൗർബല്യവും ജനവിധിയെ ബാധിച്ചു. അമിതമായ ആത്മവിശ്വാസം കാരണം എതിർ പ്രചാരണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റി. വിപുലമായ രീതിയിൽ ഭവന സന്ദർശനം നടത്തിയും കേന്ദ്രത്തിനെതിരായ പ്രചാരണം ശക്തമാക്കിയും നഷ്ടപ്പെട്ട ജനസമ്മതി വീണ്ടെടുക്കാനാണ് നേതൃയോഗത്തിലെ തീരുമാനം. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കാൻ CPM സംസ്ഥാന നേതൃയോഗം 3 ദിവസമാണ് ചേർന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് വോട്ട് ശതമാന കണക്കുകൾ നിരത്തി CPM വിലയിരുത്തുന്നു. അതേസമയം തിരിച്ചടിയുടെ കാരണങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയും സംഘടനാ ദൗർബല്യവും പ്രാദേശിക ഭരണസമിതികളിലെ വീഴ്ചയും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ശബരിമലയിൽ സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചുവെങ്കിലും UDFും BJPയും വർഗീയ പ്രചരണത്തിന് വിഷയം ആയുധമാക്കി. എന്നാൽ അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്ന ഇടതുമുന്നണിക്ക് ഇത്തരം പ്രചാരണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും CPM വിലയിരുത്തുന്നു. വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ നിലനിന്ന, പ്രത്യേകിച്ചും നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം ഈ തിരിച്ചടിക്ക് ഇടയാവുകയും ചെയ്തു. പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങളിലുണ്ടായ ചില വീഴ്ചകളും അതത് മേഖലയെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന നിലയുണ്ടായി. ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ UDFും BJPയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു. ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും UDFും BJPയും തമ്മിൽ ഡീലുണ്ടായിരുന്നുവെന്ന് വോട്ടുനിലയിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി CPM ആരോപിക്കുന്നു. അതേസമയം വീഴ്ചകൾ കണ്ടെത്തി തിരുത്തി മുന്നോട്ടു പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. ജനുവരി 15 മുതൽ 22 വരെ വിപുലമായ രീതിയിൽ ഗൃഹസന്ദർശനം നടത്തും. കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും രാഷ്ട്രീയ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കേന്ദ്രത്തിനെതിരായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ബാക്കി നിൽക്കെ താഴെത്തട്ടിലിറങ്ങി ജനങ്ങളുമായി ആശയവിനിമയം ശക്തമാക്കി നഷ്ടപ്പെട്ട ജനസമിതി വീണ്ടെടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി CPI. തെരഞ്ഞെടുപ്പ് തിരിച്ചടി അവലോകനം ചെയ്യാൻ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് കടുത്ത വിമർശനം. CPM വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്നും ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതായും യോഗം വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തോൽവിക്ക് കാരണമായി. ഇക്കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തലുണ്ടാകണം. പത്മകുമാറിനെതിരെ CPM നടപടിയെടുക്കാത്തത് പ്രധാന തിരിച്ചടിയായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് പോലും കോൺഗ്രസ് നടപടിയെടുത്തു. CPM ന്യായീകരണങ്ങൾ നിരത്തി പത്മകുമാറിനെ സംരക്ഷിക്കുകയാണെന്നും യോഗം വിമർശിച്ചു. ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് പിന്നാലെ നാളെ CPI സംസ്ഥാന കൗൺസിൽ യോഗ തീരുമാനങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. പ്രശാന്ത് മുറി ഒഴിയണമെന്ന് KS ശബരിനാഥനും K മുരളീധരനും ആവശ്യപ്പെട്ടു. അതേസമയം BJPയുടെ അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെന്ന് VK പ്രശാന്തും പറഞ്ഞു. ആർ ശ്രീലേഖ ഉയർത്തിയ VK പ്രശാന്ത് കെട്ടിട വിവാദമാണ് കോൺഗ്രസ് കൂടി ഏറ്റെടുത്തതോടെ പുതിയ തലത്തിലേക്ക് നീങ്ങുന്നത്. MLA ഹോസ്റ്റലിലെ 31-32 മുറികൾ VK പ്രശാന്തിൻ്റെതായുണ്ട്. അവിടേക്ക് ഓഫീസ് മാറ്റാവുന്നതാണെന്നും അവിടെ ഇപ്പോൾ ആരാണ് താമസിക്കുന്നതെന്നും KS ശബരിനാഥ് ചോദിച്ചു. MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിന്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്. 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. MLA ഹോസ്റ്റലിലെ മുറി MLAയുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും അല്ലാതെ ഉപയോഗിച്ചാൽ സ്പീക്കർ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരനും പറഞ്ഞു. MLA ക്വാർട്ടേഴ്സിലെ മുറി MLAമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്പീക്കറാണ് അതിന്റെ പരമാധികാരി. അത് ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ. അതേസമയം BJP അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെന്ന് VK പ്രശാന്ത് MLA പരിഹസിച്ചു. ഒരുപക്ഷെ BJPയുടെ അജണ്ട ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. MLA ഒഴിപ്പിക്കലാണോ കോർപ്പറേഷനിലെ BJPയുടെ ആദ്യ അജണ്ടയെന്നും KS ശബരിനാഥ് BJPയുടെ നിലപാട് പിന്തുടരുകയാണോ എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ചോദിച്ചു. ഈ ഒഴിപ്പിക്കൽ ഇതുപോലെ പോയാൽ ആരെങ്കിലും ഒഴിപ്പിക്കും? ആദ്യം MLA ആണെങ്കിൽ നാളെ ആരായിരിക്കും? അതുകൊണ്ട് ഒഴിപ്പിക്കൽ നയം സ്വീകരിക്കുന്ന BJPയുടെ ഈ പോക്ക് വാസ്തവത്തിൽ ഈ നഗരഭരണത്തെ പറ്റിയുള്ള BJP കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും നാണം കെട്ട സങ്കുചിതമായ ചിന്ത എന്താണ്, ബോധമെന്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേപ്പറ്റി പ്രതിഷേധിക്കാനേ ആർക്കും സാധിക്കും. എന്നാൽ കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്ന മുറികളുടെ രേഖകളും തുകയും സമഗ്ര പരിശോധന നടത്താനാണ് കോർപ്പറേഷന്റെ തീരുമാനം. വാടക തുക ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറാൻ മേയർ VV രാജേഷ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. തുച്ഛമായ വാടകയ്ക്ക് തലമുറകളായി മുറികൾ കൈമാറി വരികയാണ്. വൻ തുകകൾക്ക് മുറികൾ മറിച്ചു വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും BJP കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. നിലവിൽ പ്രശാന്തിനോട് മുറിയൊഴിയാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് 20-30 വർഷം മുമ്പ് പലർക്കും കരാർ കൊടുത്തവർ സബ്ലീസ് കൊടുത്തിട്ടുണ്ട്. പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി ഞങ്ങൾ പരിശോധിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VK പ്രശാന്തിന്റെ ഓഫീസ് മാറ്റത്തിൽ കോൺഗ്രസ് നേതാവ് ശബരിനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യായവും നീതിയുമില്ലാത്തതെന്ന് മന്ത്രി V ശിവൻകുട്ടി. മറ്റത്തൂർ തിയറിയുടെ ഭാഗമായുള്ള സഹായം ചെയ്യലാണിതെന്നും V ശിവൻകുട്ടി വ്യക്തമാക്കി. ആ പോസ്റ്റിൽ യാതൊരു ന്യായവും നീതിയില്ലാത്ത പ്രഖ്യാപനമാണ്. ഈ ശബരിനാഥിന് മറ്റത്തൂർ തിയറി ഉണ്ടല്ലോ, ആ തിയറി പ്രകാരം ഉള്ള ഒരു സഹായം കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനമായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച BJP നടപ്പാക്കുന്ന ആദ്യത്തെ അജണ്ട MLA ഒഴിപ്പിക്കുന്നതാണോ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ശബരിനാഥൻ BJPയുടെ നിലപാട് പിന്തുടരുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. നഗരജീവിതത്തിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ ഒന്നാമത്തെ അജണ്ട വിജയിച്ചു വന്ന ഒരു മുൻ DGPയെ കൊണ്ട് ഒരു MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുതരം ഒഴിപ്പിക്കൽ പണി, അതാണോ BJPയുടെ മുഖ്യ പരിപാടി? ഈ ഒഴിപ്പിക്കൽ ഇതുപോലെ പോയാൽ ആരെങ്കിലും ഒഴിപ്പിക്കും? ആദ്യം MLA ആണെങ്കിൽ നാളെ ആരായിരിക്കും? അതുകൊണ്ട് ഒഴിപ്പിക്കൽ നയം സ്വീകരിക്കുന്ന BJPയുടെ ഈ പോക്ക് വാസ്തവത്തിൽ ഈ നഗരഭരണത്തെ പറ്റിയുള്ള BJP കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും നാണം കെട്ട സങ്കുചിതമായ ചിന്ത എന്താണ്,
ബോധം എന്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേപ്പറ്റി പ്രതിഷേധിക്കാൻ ആർക്കും സാധിക്കും. ഈ പറഞ്ഞ മാതിരി BJPയുടെ അജണ്ട, ആദ്യത്തെ അജണ്ട ഒരു MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കാലുമാറ്റത്തിൽ പ്രതികരിച്ച് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും നിലവിലെ മറ്റത്തൂർ പഞ്ചായത്ത് അംഗവുമായ KR ഔസേപ്പ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിനാൽ ഡിസംബർ 1 തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കിയെന്നും ജയിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും BJPയുമായി സഖ്യമുള്ളതിനാൽ കൂടെ നിൽക്കാത്തതെന്നും ഔസേപ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ ജയിച്ചപ്പോൾ 23-ാം തീയതി കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. TM ചന്ദ്രൻ, ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത്ത് കൈപ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ, സതീശൻ ഇല്ലത്തുപറമ്പിൽ എന്നിവരാണ് വീട്ടിലെത്തിയത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔസേപ്പ് കൂടെ നിൽക്കണമെന്നായിരുന്നു ചന്ദ്രൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസിന്റെ 8 മെമ്പർമാർക്കൊപ്പം താനടങ്ങുന്ന 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒപ്പം നിർത്തിയാലും LDFന്റെ 10-നൊപ്പം എത്തുക മാത്രമല്ലേയുള്ളൂ, അപ്പോൾ എങ്ങനെ ഭരണം ലഭിക്കുമെന്ന ചോദ്യത്തിന് ചന്ദ്രൻ നൽകിയ മറുപടിയാണ് UDF പിന്തുണ നൽകുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിച്ചതെന്നും ഔസേപ്പ് പറഞ്ഞു. 10-നൊപ്പം BJPയുടെ 4 സീറ്റുകൾ കൂടി ഉണ്ടല്ലോ എന്നായിരുന്നു TM ചന്ദ്രന്റെ മറുപടി. വർഗീയ ശക്തികളുമായി കൂട്ടുചേരാൻ താല്പര്യമില്ലാത്തതിനാലാണ് താൻ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന് നിൽക്കാത്തതെന്നും ഔസേപ്പ് വ്യക്തമാക്കി. നിലവിൽ കോൺഗ്രസിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFന്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും. അതെന്തൊരു എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്? നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പൊ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. തന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ തനിക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്നത്. ഇത് 2010 മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതു മുതലാണ് തന്നെ തകർക്കാനുള്ള ശ്രമം തുടങ്ങിയതെന്നും KR ഔസേപ്പ് കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തൃശൂർ. മറ്റത്തൂരിന് പിന്നാലെ പാറളം പഞ്ചായത്തിലും കോൺഗ്രസ് BJPയെ സഹായിച്ചെന്ന ആരോപണവുമായി CPM രംഗത്ത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ വനിതാ നേതാവ് മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നും അതിനാലാണ് BJPക്ക് പാറളം പഞ്ചായത്തിൽ അധികാരം ലഭിച്ചതെന്നും CPM ആരോപിച്ചു. അതേസമയം വോട്ട് അസാധുവാക്കിയ വനിതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചതായി DCC പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ 1 മാസമായി പാറളം പഞ്ചായത്തിൽ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ട് നടക്കുകയാണ്. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെയാണ് ഇരു പാർട്ടികളുടെയും നയം. അതിന്റെ പ്രതിഫലനമായാണ് പാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം ലഭിച്ചതെന്നും CPIM ആരോപിച്ചു. ഒരു സ്ഥാനാർത്ഥി ബോധപൂർവം വോട്ട് അസാധുവാക്കി BJPയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള മറ്റത്തൂർ പഠനം പാറളത്ത് നടത്തിയിരിക്കുകയാണ്. എന്നാൽ പാറളത്ത് അന്വേഷണ വിധേയമായി വോട്ട് അസാധുവാക്കിയ ബിന്ദു ടീച്ചറെ സസ്പെൻഡ് ചെയ്തുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അവർക്ക് പിഴവ് പറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷേ പൊതുജനങ്ങളുടെ കണ്ണിൽ അത് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിന്ദുവിനോട് വിശദീകരണം തേടിയിരുന്നു. ബിന്ദുവിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയെടുത്തുവെന്നാണ് ജോസഫ് ടാജറ്റിന്റെ വിശദീകരണം. ഇവർക്ക് അസാധുവായി പോയത് ഇവരുടെ ഭാഗത്തുനിന്ന് വന്ന കൈപ്പഴയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ അത് ന്യായീകരിക്കത്തക്ക ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. അത് ഒരു തൃപ്തികരമല്ലാത്ത വിശദീകരണമായതുകൊണ്ട് നടപടി സ്വീകരിച്ചു. അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റത്തൂരിൽ രാജി ഉറപ്പാക്കണമെന്നും രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ പശ്ചാത്തലത്തിൽ ഒരവസരം കൂടി നൽകുകയാണ്. ഒരു കാരണവശാലും വാങ്ങാൻ പറ്റാത്ത സഹായമാണ് വാങ്ങിയതെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇവർ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. 10 ദിവസത്തിനകമാണ് അത് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും അവിടെ നിന്ന് ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് ഇവർ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവർക്ക് അതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. മറ്റത്തൂരിലും പാറളത്തുമുണ്ടായ BJP കോൺഗ്രസ് ബാന്ധവം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൂറുമാറ്റം കോൺഗ്രസിനെ ബാധിച്ച മാറാവ്യാധിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മഹാത്മാഗാന്ധിയുടെ പാർട്ടി ഗോഡ്സെയുടെ പാർട്ടിക്ക് അടിമപ്പെടുന്നത് ദുഃഖകരമെന്നും വിഷയം കേരളം ചെറുതായി കാണരുതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മറ്റത്തൂർ കോൺഗ്രസ് പാർട്ടിയെ വധിച്ച
ഒരു മാറാവ്യാധിയാണ്. ഈ മാറാവ്യാധിയുടെ പുറകിൽ ചെറിയ ചെറിയ നയങ്ങളോ കാരണങ്ങളോ അല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യാധിയുടെ കേന്ദ്രസ്ഥാനം തൃശ്ശൂരല്ല, മറ്റത്തൂരുമല്ല, ഡൽഹിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊച്ചി കോർപ്പറേഷനിൽ 50 ദിവസത്തെ കർമ്മ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുമെന്ന് മേയർ വി കെ മിനിമോൾ. മാലിന്യ സംസ്കരണത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പാക്കും. സമീപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിൽ ബ്രഹ്മപുരം പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കാനാണ് ആലോചിക്കുന്നത്. ഷീ ലോഡ്ജ് സമൃദ്ധി പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായും സുതാര്യമായും നടപ്പാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ കോർപ്പറേഷനിലെ CSR ഫണ്ടുകളുടെ വിനിയോഗം സംബന്ധിച്ച് ഓഡിറ്റ് നടത്തും. ഫയലുകളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കുമെന്നും വി കെ മിനിമോൾ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയോടൊപ്പം എറണാകുളം പ്രസ് ക്ലബ് മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മേയർ. ആലപ്പുഴ ഹരിപ്പാട് വിയ്യപുരം പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ P. ഓമനയെ തിരഞ്ഞെടുത്തു. ആകെയുള്ള 14 സീറ്റിൽ UDF 6, LDF 5, BJP 3 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. പട്ടികജാതി സ്ത്രീ സംവരണമായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF-ൽ നിന്ന് ആരും വിജയിച്ചിരുന്നില്ല. ഇതോടെ LDF-ലെ ഓമനയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ നിന്നും UDF, BJP അംഗങ്ങൾ വിട്ടുനിന്നു. ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ മാറ്റം വരുത്തിയത് സുപ്രീം കോടതി മരവിപ്പിച്ചു. ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി. പുതിയ നിർവചനത്തിന് വ്യക്തത വേണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഹർജി സുപ്രീം കോടതി ജനുവരി 21 വീണ്ടും പരിഗണിക്കും. 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രം ആരവല്ലി മലനിരകളുടെ ഭാഗമായി കണക്കാക്കുമെന്നതായിരുന്നു പുതിയ നിർവചനം. ഇതിൽ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവും വിദഗ്ധ സമിതി റിപ്പോർട്ടും മരവിപ്പിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പുതിയ ഖനന ലൈസൻസുകളും പാടില്ല. പുതിയ നിർവചനപ്രകാരം ഖനന മേഖല കൂടുമോ എന്ന് അറിയിക്കണമെന്നും വിശദ പരിശോധന നടത്തണമെന്നും കോടതി പറഞ്ഞു. ഇതിനായി വിദഗ്ധർ ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി രൂപീകരിക്കും. അറ്റോർണി ജനറലും സോളിസിറ്ററി ജനറലും ഇക്കാര്യത്തിൽ കോടതിയെ സഹായിക്കും. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആരവല്ലി മലനിരകളുടെ മാനദണ്ഡം മാറ്റിയതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായത്. ഇക്കഴിഞ്ഞ നവംബർ 20 ആരവല്ലി കുന്നുകളെ സംബന്ധിച്ച് പുതിയ നിർവചനം സുപ്രീം കോടതിയും അംഗീകരിച്ചത്. പുതുക്കിയ നിർവചനം അനുസരിച്ച് ആരവല്ലി കുന്നിനും മലനിരകൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ ഖനനവിലക്ക് കുന്നല്ലാത്തവയ്ക്ക് ബാധകമാകില്ല എന്നായിരുന്നു. ഇതോടെ ആരവല്ലിയുടെ 90% ഭാഗവും ഖനന മേഖല ആയി മാറും. കുന്നുകളുടെ ഉയരവും കുന്നുകൾക്കിടയിലെ അകലം, ഇവയ്ക്കിടയിൽ ഖനനം അനുവദിക്കാനാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരവല്ലി നിരകളുടെ പാരിസ്ഥിതിക തുടർച്ച നിലനിർത്തുമെന്നതിലും കോടതി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 21 വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും തോൽവി. മധ്യപ്രദേശ് 47 റൺസിനാണ് കേരളത്തെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത മധ്യപ്രദേശ് 46 ഓവറിൽ 214 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 40 ഓവറിൽ 167 റൺസിന് പുറത്തായി. 93 റൺസ് എടുത്ത മധ്യപ്രദേശിന്റെ ഹിമൻഷു ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും പോരാട്ടം നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. എല്ലാ മത്സരങ്ങളും ജയിച്ച് പരമ്പരയിൽ സമ്പൂർണ്ണ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാകും ടീം ഇന്ത്യ ഇറങ്ങുക. നിലവിൽ 4 മത്സരങ്ങളും വിജയിച്ച് 4-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായ തോൽവികളിൽ പതറുന്ന ശ്രീലങ്കയ്ക്ക് നാളത്തെ മത്സരം അഭിമാന പോരാട്ടമാണ്. വൈകിട്ട് 7 മണി മുതലാണ് മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. KCA മുൻ ട്രഷററായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീജിത്ത് B. നായരാണ് പുതിയ പ്രസിഡന്റ്. അപെക്സ് കൗൺസിൽ അംഗമായിരുന്ന സതീശൻ K. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ സെക്രട്ടറി വിനോദ് S. കുമാറും ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കൊടിയേരിയും അതേ സ്ഥാനങ്ങളിൽ തുടരും. പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയായ T. അജിത് കുമാറാണ് പുതിയ ട്രഷറർ. 1 വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിയും ജനറൽ ബോഡി പ്രഖ്യാപിച്ചു. 14 ജില്ലകളിലും ക്രിക്കറ്റ് ഗ്രൗണ്ടുകളും മറ്റനുബന്ധ സൗകര്യങ്ങളും KCA നിർമ്മിക്കും. ക്രിക്കറ്റ് ഗ്രൗണ്ടിനോടനുബന്ധിച്ച് മറ്റ് കായിക ഇനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യവും വികസിപ്പിക്കും. കായിക മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കേരള സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്കീമിന്റെ അടിസ്ഥാനത്തിലും ഭൂനിയമത്തിൽ അനുവദിച്ച പ്രത്യേക ഇളവുകളും പ്രയോജനപ്പെടുത്തിയാണ് വിപുലമായ പദ്ധതികൾ KCA വിഭാവനം ചെയ്യുന്നത്.
നടൻ ജയസൂര്യയെയും ഭാര്യ സരിതയെയും ഇ ഡി ചോദ്യം ചെയ്തു. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നതായി ഇ ഡിക്ക് വിവരം ലഭിച്ചിരുന്നു. ജയസൂര്യയെ ഇത് 2ാം തവണയാണ് ഇ ഡി ചോദ്യം ചെയ്യുന്നത്. ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിലാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നതായി ഇ ഡിക്ക് വിവരം ലഭിച്ചിരുന്നു. മറ്റ് സിനിമാ താരങ്ങൾക്കൊപ്പം ബിഡ്ഡിംഗ് ആപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ജയസൂര്യയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയും ജയസൂര്യയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. സേവ് ബോക്സ് എന്ന പേരിൽ വിവിധയിടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാമെന്ന പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന സംഭവത്തിൽ സേവ് ബോക്സ് ഉടമ തൃശൂർ സ്വദേശി സ്വാതി റഹീമിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 43 ലക്ഷം രൂപ തട്ടിയെന്നാണ് സ്വാതി റഹീമിനെതിരായ കേസ്. ഓൺലൈൻ ലേലം നടത്തുന്ന സ്ഥാപനമായ സേവ് ബോക്സ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാമെന്നായിരുന്നു നൽകിയ വാഗ്ദാനം. ഇതേ പേരിൽ മൊബൈൽ ആപ്പും ഇവർ പുറത്തിറക്കിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മതസൗഹാർദ്ദത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ കേരളം പ്രശസ്തമാണെന്നും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. തലസ്ഥാനത്ത് ട്രിവാൻഡ്രം ഫെസ്റ്റിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ ഉപരാഷ്ട്രപതിയുടെ ആദ്യ പരിപാടി തലസ്ഥാനത്ത് ട്രിവാൻഡ്രം ഫെസ്റ്റ് ആയിരുന്നു. രാജ്യത്ത് ഐക്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് സാമുദായിക ഐക്യം വിളിച്ചോതുന്ന പരിപാടികളെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ സന്തോഷത്താൽ ഒന്നിപ്പിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. Christmas is not only for those who practice the faith, but for all the good people who want to create a positive and vibrant society. That is the greatness of Lord Christ. Trivandrum Fest is an expression of Kerala's inclusive social fabric. It brings together people from different walks of life and different faiths in a shared space of joy and creativity. Festivals like Trivandrum Fest play a larger role in the society. They are important platforms for dialogues across disciplines such as art, literature, technology, entrepreneurship and public policy. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മന്ത്രി MP രാജേഷ്, മേയർ VV രാജേഷ്, ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ഡെ നെറ്റോ, ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മകരവിളക്ക് മഹോത്സവത്തിനായി നാളെ ശബരിമല നട തുറക്കും. നാളെ വൈകിട്ട് 5-ന് തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറക്കും. മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടി ദർശനം നടത്താം. മണ്ഡല പൂജകൾ കഴിഞ്ഞ് ഡിസംബർ 27 രാത്രി 10-ന് ഹരിവരാസനം പാടി അടച്ച നട നാളെ തുറക്കുന്നതോടെ ശബരിമലയിൽ വീണ്ടും ശരണമന്ത്രങ്ങൾ നിറയും. വൈകിട്ട് 5-ന് മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിക്കും. തുടർന്ന് ആഴിയിൽ അഗ്നി പകരും. ഇതിനുശേഷം തീർത്ഥാടകർക്ക് 18-ാം പടി കയറി അയ്യപ്പ ദർശനം നടത്താം. മാളികപ്പുറം ക്ഷേത്രനട മേൽശാന്തി MG മനു നമ്പൂതിരിയും തുറക്കും. നാളെ പ്രത്യേക പൂജകളില്ല. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 12-ന് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. പരമ്പരാഗത പാതയിലൂടെ വിവിധ ക്ഷേത്രങ്ങളും കടന്ന് ഘോഷയാത്ര ശബരിമലയിൽ മകരവിളക്കിന് മുന്നോടിയായി എത്തിച്ചേരുന്നതോടെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇക്കൊല്ലം മണ്ഡലകാലത്ത് ക്ഷേത്രം തുറന്നതു മുതൽ ഡിസംബർ 27-ന് നട അടയ്ക്കുന്നതുവരെ സന്നിധാനത്ത് 36,33,191 പേർ ദർശനം നടത്തി. ഓൺലൈൻ ബുക്കിംഗിലൂടെ 30,91,183 പേരും, സ്പോട്ട് ബുക്കിംഗിലൂടെ 4,12,075 പേരും, പുൽമേട് വഴി 12,09,933 പേരുമാണ് ശബരിമലയിലെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3,83,435 തീർത്ഥാടകർ കൂടുതലായി എത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നതിനാൽ മകരവിളക്ക് മഹോത്സവകാലത്തും കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് വിലയിരുത്തൽ. ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും. അമൃത ന്യൂസ്, സന്നിധാനം.